എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സ്മോൾ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു കൊച്ചു കാര്യം ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ? ഈ ഇല നിങ്ങൾ കണ്ടോ? ഈ ഇല ഇത് നമുക്ക് ഈ ഇല നിങ്ങൾക്കറിയോ? ഇതിനാണ് ഞങ്ങൾ അവിടെ പറയുന്ന പേരാണ് ചൊറിതണം അല്ലെങ്കിൽ കടുത്തുവ ഒക്കെയാണ് ഇതിന് പറയാം. ഇതിന് വേറെ പേരുകളൊന്നും, കുറേ പേരുകളുണ്ടാവും, പല സ്ഥലത്ത് പല പേരുകളായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ ഞങ്ങളവിടെ മെയിനായിട്ട് ഞങ്ങൾ കടുത്തുവ എന്നാണ് പറയുക. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ ഇത് ഉപ്പേരി വെക്കും. ഞങ്ങളവിടെ കോമൺ ആയിട്ട് ഉപ്പേരി എന്നാട്ടോ പറയുക. ചില സ്ഥലത്തൊക്കെ രണ്ട് വിഭാഗമുണ്ട്. അതായത് തോരൻ എന്ന് പറയുന്നത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് വെക്കുന്നതിന് തോരനും വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നതിന് മെഴുക്ക് പുരട്ടി എന്നുമാണ്. പക്ഷെ ഞങ്ങളവിടെ കോമൺ ആയിട്ട് ഒരു പേരാണ് ഉപ്പേരി എന്നാണ് പറയുക. തോരനാക്കി വെച്ചാലും മെഴുക്ക് പുരട്ടിയാക്കി വെച്ചാലും ഒക്കെ ഉപ്പേരി എന്നാണ് ഞങ്ങളവിടെ പറയാം. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വെക്കുന്നത് കണ്ടിട്ടാണ് ഞാനത് ചെയ്യാറ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ എപ്പോഴാണ് വെക്കാറെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിലാണ്. ഇനി ആ മാസം മാത്രമാണോ വെക്കാന്ന് എനിക്കറിയില്ല. അല്ലാത്തപ്പോൾ ഇതങ്ങനെ സുലഭമായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. അപ്പോൾ കർക്കിടക മാസം ആകുമ്പോഴാണ് ഇത് വളരെ സുലഭമായിട്ട് ഞങ്ങളെ പറമ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല വിറ്റാമിൻ ഉള്ളതാണ്. അപ്പം എന്ത് ചെയ്യും വെച്ചാൽ ഇത് ചൊറിയുമെങ്കിലും ഇതിന് നല്ല വിറ്റാമിൻ ഉണ്ട്. അപ്പം പക്ഷെ കഴിക്കുമ്പോൾ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നമ്മൾ തൊടുമ്പോഴും അത് വൃത്തിയാക്കുന്ന സമയത്തൊക്കെയാണ് ഇതിന് ചൊറിച്ചിലുണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മളത് വേവിച്ച് കഴിഞ്ഞ് കഴിക്കാൻ തുടങ്ങിയാൽ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല. ഇത് അത്രയും നല്ല വിറ്റാമിൻ ഉള്ള സാധനമാണ്. ഇന്ന് കുറച്ച് ദിവസമായി പറമ്പിൽ ഇത് അവിടെ ഇങ്ങനെ കുറേ സ്ഥലത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇതിൻ്റെ ഉപ്പേരി വെക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. ഇതാ കണ്ടോ, ഞാൻ പല സ്ഥലത്തു നിന്നായിട്ട് എൻ്റെ ഈ പാത്രത്തിൽ ഞാൻ കുറേ ശേഖരിച്ചിട്ടുണ്ട് പല സ്ഥലത്തു നിന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചെടി പറിക്കാതെ വെച്ചതാണ്. ഇപ്പോൾ ഇത് നമ്മൾ പറിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് കയ്യിലൊക്കെ ആയാൽ നമുക്ക് ചൊറിയും, തീർച്ചയായിട്ടും ചൊറിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിലൊരു കയ്യിൽ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ വല്ല ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വേണം നിങ്ങളത് പറിക്കാൻ. എന്നിട്ട് ഇത് നമുക്ക് കുറേ ചെറിയുള്ളി ഇട്ടിട്ടും വെക്കാം ഉപ്പേരി, പിന്നെ തേങ്ങ ഇട്ടിട്ട് തോരനായിട്ടും വെക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ചെയ്യാറുള്ളത് കുറേ ചെറിയുള്ളി ഇട്ടിട്ടാണ് ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ട്. അപ്പോൾ ഇത് മാത്രം മതി ചോറ് കൂട്ടി കഴിക്കുക. ഇതിനൊരു കൊഴുപ്പ് വരും, അങ്ങനെ നല്ലൊരു മെഴുക്കുണ്ടാവും. അപ്പോൾ അത് മാത്രം പാകത്തിന് ഉപ്പും എരിവും ഒക്കെ ആണെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ കൃത്യമാണെങ്കിൽ അത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതിപ്പോൾ ഇത്രയും കാണുന്ന പോലെ ഒന്നല്ല, അത് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ക്വാണ്ടിറ്റി ആവും ഇത്. പക്ഷെ എന്നാലും ആ കുറച്ച് മതി നമുക്ക് നല്ല ചൂടുള്ള ചോറ് കഴിക്കാൻ. ഇത് നല്ല വിറ്റാമിൻ ഉള്ള സാധനമാണ്. അപ്പോൾ കർക്കിടകത്തിലല്ലാതെ വെക്കാറുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം എന്തായാലും ഇന്ന് ഉച്ചക്ക് കുറേ ചെറിയുള്ളിയൊക്കെ ഇട്ട് ഇതിൻ്റെ ഒരു ഉപ്പേരി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്